അധ്യാപനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടിഫാനി ചെയ്യുന്നത് പോലെ തന്നെ വെറുതെ ടീച്ചിങ് അല്ല, അതൊരു കമ്മിറ്റ്മെന്റ് ആണ്, അതൊരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ് അല്ലേ? അപ്പം അങ്ങനെ അധ്യാപനത്തെ സാമൂഹ്യ പ്രവർത്തനമാക്കി മാറ്റിയിട്ടുള്ള ലിസി ചക്കാലക്കൽ എന്ന് പറയുന്ന ടീച്ചറെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം ലിസി ടീച്ചറിന്റെ വിശേഷങ്ങൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു തരാം അല്ലേ ഇവിടേക്ക്. അപ്പം റിപ്പോർട്ട് ചെയ്യാം. വിദ്യാദാനമെന്ന സമർപ്പിത ജീവിത ദൗത്യത്തിനൊപ്പം തന്റെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കുകയാണ് ഒരു അധ്യാപിക, സിസ്റ്റർ ലിസി ചക്കാലക്കൽ. തന്റെ അധ്യാപന ജീവിതം അവസാനിപ്പിക്കുമ്പോൾ 200-ലധികം പേരുടെ കണ്ണുനീരൊപ്പി തന്റെ കുഞ്ഞുങ്ങൾക്ക് തണലൊരുക്കിയാണ് ഈ സിസ്റ്റർ പടിയിറങ്ങുന്നത്. സിസ്റ്റർ ലിസി ചക്കാലക്കലിന്റെ ജീവിതം തന്നെ ഒരു വലിയ മാതൃകയാണ്. തന്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിനൊപ്പം അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പിക്കുകയാണ് സിസ്റ്റർ. അവരുടെ കണ്ണീരൊപ്പാൻ, അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനാണ് സിസ്റ്ററിന്റെ നേതൃത്വത്തിൽ ഹൗസ് ചാലഞ്ച് എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം. ഇതിൽ വസ്ത്രവും ഭക്ഷണവും സെൽഫ് സഫീഷ്യൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ആരെയും പട്ടിണി കിടന്ന് മരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കേരളത്തിൽ ബുദ്ധിമുട്ടുണ്ടില്ല എന്നല്ല, എങ്കിലും അങ്ങനെ മരിക്കാനായിട്ട് നമ്മൾ ആരെയും അങ്ങനെ അനുവദിക്കില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമ്മൾ സഹായിക്കുക. അതുപോലെ വസ്ത്രമില്ലാതെ ആരും കേരളത്തിൽ നടക്കേണ്ട കാര്യമില്ല. പക്ഷെ പാർപ്പിടം ഇല്ലാതെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതിന് പ്രത്യുത്തരിക്കുക എന്നുള്ള ഒരു ഇതോടുകൂടിയാണ് ഈ ഹൗസ് ചാലഞ്ച് എന്ന പദ്ധതി ഞങ്ങൾ രൂപം കൊടുത്തത്. വനിതാ ദിന പാഠങ്ങൾ ഉയർന്ന വിഭാഗങ്ങളുടെ ആഘോഷമായി മാറരുതെന്നും സിസ്റ്റർ ഓർമ്മിപ്പിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ വനിതാ ദിനമൊക്കെ ഭയങ്കര ഇതിൽ എല്ലാ വർഷവും മാർച്ച് 8-ാം തീയതി വരുമ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാവരും ഓടി നടന്ന് കുറച്ച് വനിതകളെ കണ്ടെത്തും, കുറേ സന്ദേശങ്ങൾ കൊടുക്കുന്നു, കുറേ മെസ്സേജ് തരുന്നു. ഇത് വീണ്ടും ഈ വനിതാ ദിനം സെലിബ്രേഷൻ എന്നൊക്കെ പറയുന്നത് താഴത്തെ തട്ടിലേക്ക് പോകുന്നില്ല. ഇറ്റ് അഗെയിൻ ബിക്കംസ് അപ്പർ ക്ലാസ് പീപ്പിളിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമായിട്ട് പോകുന്നു. ചിലപ്പോൾ ഒരു ആദരിക്കൽ, ചിലപ്പോൾ ഒരു കുറച്ച് ഒരു ഇതുണ്ട്. പക്ഷെ വീണ്ടും ആ ഒരു ദിവസത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. സ്കൂളിലെ പല കുട്ടികളുടെയും അവസ്ഥ ദുരിതപൂർണമാണെന്ന് മനസ്സിലാക്കിയെടുത്തു നിന്നാണ് ഹൗസ് ചാലഞ്ച് തുടങ്ങുന്നത്. ഒരു വിദ്യാർത്ഥിനിയുടെ പിതാവ് മരിച്ചതിനെ തുടർന്ന് നടത്തിയ വീടു സന്ദർശനത്തിലാണ് അവിടുത്തെ ദുരവസ്ഥ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ വീടിനുള്ള ആശയം അവിടെ തുടങ്ങി. തുടർന്നിങ്ങോട്ട് 200 വീടുകൾ, ഏറെയും തീരദേശത്തെ നിർധനർക്കും ഭിന്നശേഷിക്കാർക്കും. ഭവന സന്ദർശനത്തിന് പോയപ്പോഴാണ് കാണുന്ന ചെല്ലാനം പഞ്ചായത്ത് തീരദേശം പ്രദേശത്തുനിന്ന് ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് ഒത്തിരി കുട്ടികൾ വരുന്ന സാഹചര്യം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. എന്ന് പറഞ്ഞാൽ ഒട്ടും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത അവസ്ഥയിൽ നിന്ന് വരുന്നു. കുട്ടികൾക്ക് സേഫായിട്ടൊന്ന് ഉറങ്ങാനോ അല്പസമയമെങ്കിലും ഒരു സ്വകാര്യതയ്ക്കോ ഒന്നിനും അവർക്ക് സൗകര്യമില്ലാത്ത അവസ്ഥ കണ്ടപ്പോൾ എനിക്കത് വല്ലാത്തൊരു വിഷമമായി. സിസ്റ്ററിനൊപ്പം ലില്ലി ടീച്ചർ കൂടി ചേർന്നപ്പോൾ കൂട്ടായ്മയുടെ പ്രവർത്തനമായി ഹൗസ് ചാലഞ്ച് മാറി. വൈപ്പിനിൽ സൗജന്യമായി ലഭിച്ച 72 സെന്റിൽ 12 വീടുകളാണ് പണിതത്. സിസ്റ്റർ ലിസിയോടൊപ്പം ഈ ഒരു യാത്രയിൽ, നല്ല പാഠയാത്രയിൽ ഹൗസ് ചലഞ്ച് പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാകാനുള്ള ഒരു വലിയൊരു ഭാഗ്യവും കൂടി ലഭിച്ചു. പലരും ഈ മാധ്യമങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വാർത്തകൾ, ഓരോ വീടിൻ്റെ താക്കോൽദാനമൊക്കെ കാണുമ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിനുള്ള ഫണ്ട് നിങ്ങൾ സ്വരൂപിക്കുന്നതെന്ന്. കേവലം ഈ പണത്തിനപ്പുറം ഇതൊരു പങ്കുവയ്ക്കലിൻ്റെ ഒരു ശൈലിയാണ്, അല്ലെങ്കിൽ ഒരു സംസ്കാരമാണ്. കാലത്ത് മായ്ക്കാനാകാത്ത നന്മയുടെയും പങ്കുവയ്ക്കലിൻ്റെയും കരുതലിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കാൻ സിസ്റ്ററിനായെന്ന് സഹപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു. ആവശ്യകരായ അല്ലെങ്കിൽ പാവപ്പെട്ട അല്ലെങ്കിൽ അവരെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് അവരെ കൂടെ ചേർക്കുക കൂട്ടായ്മയിലൂടെ ഞങ്ങൾ സാധിച്ചെടുക്കുന്നു. അതിന് ഓരോ അധ്യാപകരും ഈ ഹൗസ് ചാലഞ്ച് പദ്ധതിയിൽ പങ്കാളികളാകുന്നുണ്ട്. ഓരോ കുട്ടിയും ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന ഒരു ചെറിയ തുട്ടാണെങ്കിലും ഇതിൽ അവർ കൊടുത്ത് അതിൽ പങ്കാളികളാകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ് ഈ ഹൗസ് ചാലഞ്ച് പദ്ധതി ഈ സ്കൂളിൽ നടപ്പാക്കുന്നത്. സിസ്റ്ററിൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷമേ ഉള്ളൂ. തൃശൂർ ജില്ലയിലെ മേലടൂരിൽ ജനിച്ച സിസ്റ്റർ ലിസി FMM സന്യാസിനി സമൂഹാംഗമാണ്. നിരാലംബരുടെ കണ്ണുനീരിന്റെ നീറ്റിലറിഞ്ഞ് ഒരു സംവിധാനത്തിനും ഉറപ്പാക്കാൻ കഴിയാത്തത്ര സുരക്ഷ ഒരുക്കിയാണ് ടീച്ചർ പടിയിറങ്ങുന്നത്. ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി.